കേരളത്തിൻ്റെ ഒരു സൂപ്പർ ഫുഡ് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന പഴങ്കഞ്ഞി അഥവാ ഫെർമെൻറ്റഡ് റൈസിനെ പറ്റിയുള്ള കുറച്ച് ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ് ഇന്നിവിടെ ഞാൻ പറയാൻ പോണത്. ഇതിന് പ്രത്യേകിച്ചൊരു റെസിപ്പി ഒന്നുമില്ല. നമ്മൾ ഓൾറെഡി വീട്ടിലുണ്ടാക്കി വെച്ച ചോറിന്ന് ബാക്കി വന്ന 2 തവി ചോറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതൊരു മൺപാത്രത്തിലിട്ട് ചോറൊന്ന് സോക്കാവുന്നത് വരെ നോർമലായിട്ടുള്ള റൂം ടെമ്പറേച്ചർ വെള്ളവും ഒഴിച്ച് ലൈറ്റായിട്ടൊന്ന് മൂടി വയ്ക്കുക. പിറ്റേന്ന് രാവിലെ ആണ് നമ്മളത് തുറന്ന് നോക്കുന്നത്. അപ്പോഴത്തേക്കും നമുക്കങ്ങനെ പറയത്തക്ക പുളിപ്പൊന്നും ഉണ്ടാവില്ലെങ്കിലും കുറച്ച് ഈസ്റ്റ് ആക്ടിവേറ്റ് ആയിട്ട് അത് കുറച്ച് ഫെർമെൻ്റ് ആയിട്ടുണ്ടാവും. ഇതിനൊപ്പം തൈരും പിന്നെ പച്ചമുളക്, ചെറിയുള്ളി, കരിവേപ്പില എന്നിവ ചതച്ചതും കുറച്ച് ഉപ്പും ചേർത്തിട്ടാണ് സ്വതവേ കഴിക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ഫെർമെൻറ്റ് ചെയ്യുന്നതോടുകൂടി ഇത് ഒരു റെസിസ്റ്റൻറ്റ് സ്റ്റാർച്ചായി മാറുകയാണ്. റെസിസ്റ്റൻറ്റ് സ്റ്റാർച്ച് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് ഒരു സോലുബിൾ ഫൈബർ, പ്രീബയോട്ടിക് ഫൈബർ ആയി മാറുന്നു. അത് നമ്മുടെ വയറിലോ അല്ലെങ്കിൽ സ്മോൾ ഇൻറ്റസ്റ്റൈനിലോ വെച്ച് ദഹിക്കാതെ നേരെ ലാർജ് ഇൻറ്റസ്റ്റൈനിൽ പോയിട്ടാണ് ദഹിക്കുന്നത്. അത് ലാർജ് ഇൻറ്റസ്റ്റൈനിലുള്ള ഒരുപാട് നല്ല ബാക്ടീരിയകൾക്ക് നല്ലൊരു ഫുഡാണ്. ഈ റെസിസ്റ്റൻറ്റ് സ്റ്റാർച്ച് ലാർജ് ഇൻറ്റസ്റ്റൈനിനെ വളരെ ഹെൽത്തി ആക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ബ്ലഡ് ഷുഗറും തൈറോയിഡും ഒക്കെ റെഗുലേറ്റ് ചെയ്യുന്നു. മാത്രമല്ല ബ്ലോട്ടിങ്ങിനും ഇൻഫ്ലമേഷനും ഒക്കെ ഇത് ഹെൽപ്ഫുൾ ആണ്. അതോടൊപ്പം തന്നെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നേരത്തേക്ക് നമുക്ക് വിശക്കില്ല, വയറ് ഫുള്ളായിട്ടുള്ളൊരു ഫീലിംഗ് ആയിരിക്കും. ഇതിനോടൊപ്പം നമുക്ക് ഏതെങ്കിലും തോരനോ ഉപ്പേരിയോ ചമ്മന്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പൾസസ് വേവിച്ച ചെറുപയറൊക്കെ അതിന് വളരെ നല്ലതാണ്. നമ്മുടെ നാട്ടിൽ പണ്ട് മുതലേ കഴിച്ചുകൊണ്ടിരുന്ന കേരളത്തിൻ്റെ ഈ സൂപ്പർ ഫുഡിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് നമ്മളിൽ പലർക്കും അറിഞ്ഞുകൂടാ. ഞാനത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത തവണ വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്. ബൈ.